ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മോളിവുഡിലേക്ക് ഏവർക്കും സ്വാഗതം. മോഹൻലാൽ സിനിമകളിലൂടെ 128 ഭാഗത്തിൽ ടി.പി. ബാലഗോപാലൻ എം.എ. എന്ന മലയാള ചലച്ചിത്രത്തിൻ്റെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. വീഡിയോ കാണുന്നതിന് മുൻപായി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സത്യൻ അന്തിക്കാടിൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ, ശ്രീനിവാസൻ, ശോഭന എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് 1986 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് ടി.പി. ബാലഗോപാലൻ എം.എ. മികച്ച നടനുള്ള കേരള സർക്കാർ പുരസ്കാരം മോഹൻലാലിന് ലഭിച്ചത് ഈ ചിത്രത്തിലൂടെയാണ്. അജയ് ആർട്സിൻ്റെ ബാനറിൽ ടി.കെ. ബാലചന്ദർ നിർമ്മിച്ച ഈ ചിത്രം എവർഷൈൻ റിലീസാണ് വിതരണം ചെയ്തത്. ചിത്രത്തിൻ്റെ സംവിധായകനായ സത്യൻ അന്തിക്കാട് തന്നെയാണ് ചിത്രത്തിൻ്റെ കഥ എഴുതിയത്. തിരക്കഥയും സംഭാഷണവും നിർവഹിച്ചിരിക്കുന്നത് ശ്രീനിവാസനാണ്. 130 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ചിത്രം ഫെബ്രുവരി 11 തിയേറ്ററുകളിൽ പ്രദർശനത്തിനായി എത്തിയത്. ചിത്രത്തിൻ്റെ പശ്ചാത്തല സംഗീതം ഒരുക്കിയത് എ.ടി. ഉമ്മറാണ്. ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സത്യൻ അന്തിക്കാട് വരികൾ എഴുതി എ.ടി. ഉമ്മർ സംഗീതം പകർന്നിരിക്കുന്നു. നക്ഷത്ര രാജ്യത്തെ രാജാവോ, നഷ്ടങ്ങളില്ലാത്ത ജേതാവോ എന്ന ഗാനവും ഓരോ പൂവിലും എന്ന് തുടങ്ങുന്ന ഗാനവും ഈ ചിത്രത്തിൻ്റേതാണ്. മികച്ച നടനുള്ള അവാർഡിന് പുറമെ മികച്ച കഥയ്ക്കുള്ള കേരള സർക്കാരിൻ്റെ അവാർഡ് സത്യൻ അന്തിക്കാടിനും ഈ ചിത്രം നേടിക്കൊടുത്തു. അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: മോഹൻലാൽ ടി.പി. ബാലഗോപാലൻ എം.എ., ശ്രീനിവാസൻ അഡ്വക്കേറ്റ് രാമകൃഷ്ണൻ, ബാലൻ കെ നായർ അനിതയുടെ അച്ഛൻ സത്യൻ, മണിയൻപിള്ള രാജു നാരായണൻകുട്ടി, ശോഭന അനിത, അടൂർ ഭവാനി ബാലഗോപാലൻ്റെ അമ്മുമ്മ രാധിക, കുതിരവട്ടം പപ്പു ബാലഗോപാലിൻ്റെ അളിയൻ ചന്ദ്രൻകുട്ടി, കെ.പി.എസ്. ലളിത ബാലഗോപാലിൻ്റെ ജ്യേഷ്ഠ സഹോദരി, ഉമാഭാരതി ബാലഗോപാലിൻ്റെ സഹോദരി ഉമ. ഇവരെ കൂടാതെ സുരേഷ് ഗോപി, മുകേഷ്, പ്രിയദർശൻ എന്നിവരൊക്കെ ചിത്രത്തിൽ ഗസ്റ്റ് റോളുകളായി വന്നു പോകുന്നുണ്ട്. ഒരു സാധാരണ കുടുംബത്തിൽ പിറന്ന നല്ല ഹൃദയത്തിനുടമയായ ഒരു ചെറുപ്പക്കാരൻ അനുഭവിക്കേണ്ടി വരുന്ന സംഭവങ്ങളെ ചുറ്റിപ്പറ്റിയാണ് ഈ ചിത്രത്തിൻ്റെ കഥ മുന്നോട്ട് പോകുന്നത്. ഫാൽക്കൺ പ്രോഡക്ട്സിലെ താഴ്ന്ന ജോലിക്കാരനായ ടി.പി. ബാലഗോപാലൻ ദയയും കരുതലും ഉള്ള ഒരു ചെറുപ്പക്കാരനാണ്. മൂത്ത സഹോദരി രാധയുടെ വിവാഹം കഴിഞ്ഞ് 2 പെൺകുട്ടികളുണ്ട്. അവർ സ്കൂൾ വിദ്യാർത്ഥിനികളാണ്. രാധയും അവരുടെ ഭർത്താവും ബാലഗോപാലനിൽ നിന്നും കിട്ടാവുന്നത്ര പണം മുതലാക്കുകയും കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ള ചെലവുകൾ പോലും ബാലഗോപാലനെ കൊണ്ട് നിർവഹിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ബാലഗോപാലന് ഇതൊക്കെ അറിയാമെങ്കിലും അയാളത് സന്തോഷത്തോടെ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ചെയ്യാറുണ്ട്. ഇളയ സഹോദരി ദേവി അവിവാഹിതയാണ്. അവളെ വിവാഹം കഴിച്ചയക്കാൻ ശ്രമിക്കുന്നു എങ്കിലും പണത്തിൻ്റെ ബുദ്ധിമുട്ട് കാരണം അവൾ വിവാഹത്തിന് തയ്യാറാവുന്നില്ല. ബാലഗോപാലിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നവളാണ് ദേവി. വീട് വയ്ക്കണം എന്ന ആഗ്രഹത്തോടെ അയാൾ സമ്പാദിച്ചു വച്ചേക്കുന്ന സ്വന്തം ഭൂമി കൈയടക്കുവാനുള്ള ശ്രമത്തിലാണ് സഹോദരിയും ഭർത്താവും അവിടെ തന്നെ നിൽക്കുന്നത്. ഫാൽക്കൺ ഉപകരണങ്ങൾ വിൽക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അധ്യാപികയായ അനിതയെ ബാലഗോപാലൻ കണ്ടുമുട്ടുന്നത്. ക്രമേണ അവർ തമ്മിൽ പ്രണയത്തിലാവുകയും ചെയ്യുന്നു. അനിതയുടെ പിതാവിനെ ഒരു സന്ദർഭത്തിൽ സഹായിക്കുന്നതിന് വേണ്ടി അയാൾ തൻ്റെ സ്വപ്നഭൂമി പണയത്തിൽ വച്ച് പണം നൽകുന്നു. ഒടുവിൽ അത് തിരിച്ചെടുക്കാൻ കഴിയാതെ ആ ഭൂമി നഷ്ടമാവുകയും ചെയ്യുന്നു. തൊഴിലാളി യൂണിയൻ പ്രശ്നങ്ങൾ കാരണം അയാളുടെ ജോലിയും നഷ്ടമാകുന്നു. അനുജത്തി തൻ്റെ കൂട്ടുകാരനായ നാരായണൻകുട്ടിയെ ബാലഗോപാലൻ്റെ അറിവോടെ തന്നെ വിവാഹം കഴിക്കുന്നു. ഭൂമിയും ജോലിയും നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ സഹോദരി രാധയും അളിയനും ഇനി ഒന്നും ബാലഗോപാലനിൽ നിന്നും കിട്ടാനില്ല എന്ന് മനസ്സിലാക്കി സ്ഥലം വിടുന്നു. ഇതിനിടെ ബാലഗോപാലൻ നൽകിയ പണം കൊണ്ട് കേസ് നടത്തിയ അനിതയുടെ അച്ഛൻ കേസിൽ വിജയിക്കുകയും ധനികനാവുകയും ചെയ്യുന്നു. ധനികനായപ്പോൾ തന്നെ സഹായിച്ച ബാലഗോപാലിനെ തഴഞ്ഞ് അനിതയെ തൻ്റെ കേസ് വാദിച്ച അഡ്വക്കേറ്റ് രാമകൃഷ്ണനുമായുള്ള വിവാഹം ഉറപ്പിക്കുന്നു. ഇതിൽ നിരാശനായ ബാലഗോപാലൻ തൻ്റെ മുത്തശ്ശിയുടെ ആഗ്രഹപ്രകാരം തൻ്റെ നാട്ടിലുള്ള സ്ഥലം നോക്കി നടത്തി അവിടെ താമസിക്കാം എന്ന തീരുമാനത്തിൽ നഗരം വിട്ട് പോവാൻ തീരുമാനിക്കുന്നു.
അനിതയും അഡ്വക്കേറ്റ് രാമകൃഷ്ണനുമായുള്ള വിവാഹം തീയതി നിശ്ചയിക്കുകയും വിവാഹത്തിൻ്റെ തലേന്ന് അനിത അവിടെ നിന്നും രക്ഷപ്പെട്ട് ബാലഗോപാലൻ്റെ ഗ്രാമത്തിലെത്തുകയും ചെയ്യുന്നു. അനിത ബാലഗോപാലൻ്റെ ഗ്രാമത്തിലെത്തുമ്പോൾ നിറഞ്ഞ മനസ്സോടെ ബാലഗോപാലൻ അനിതയെ സ്വീകരിക്കുന്നു. അങ്ങനെ ചിത്രശുഭമായി പര്യവസാനിക്കുന്നു. ചിത്രത്തിൻ്റെ കോപ്പി യൂട്യൂബിലും OTT പ്ലാറ്റ്ഫോമിലുമൊക്കെ ലഭ്യമാണ്. പതിവുപോലെ മോഹൻലാലിൻ്റെ സൂക്ഷ്മമായ അഭിനയ പാടവം ചിത്രത്തിലുടനീളം തെളിഞ്ഞു കാണാം. അമ്പലത്തിന് മുന്നിൽ മോഹൻലാൽ നടത്തുന്ന ഒരു ശയനപ്രദക്ഷിണം പോലും എത്ര കൃത്യമായ നിരീക്ഷണം നടത്തി ആയിരിക്കണം ചെയ്തത് എന്ന് ആ ഷോട്ട് കാണുമ്പോൾ തോന്നും. ഒറിജിനാലിറ്റി കീപ്പ് ചെയ്യുന്ന കാര്യത്തിൽ മോഹൻലാൽ വിജയിച്ചിട്ടുണ്ട് ഇതുവരെയും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരൊറ്റ ഷോട്ടോടു കൂടി തന്നെ. ഈ ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിച്ച് വിട പറയുന്നു. ചിത്രത്തിൻ്റെ കോപ്പി യൂട്യൂബിലും മറ്റ് പ്ലാറ്റ്ഫോമുകളിലും മറ്റ് OTT പ്ലാറ്റ്ഫോമിലും ഒക്കെ ലഭ്യമാണ്. ഇനി വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനലിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി വീഡിയോയുടെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. നന്ദി, നമസ്കാരം.